ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിവേഴ്സ് ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടാണ്. പലർക്കും ഇതിനകത്തൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നമ്മൾ വാഹനം റിവേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണമെന്ന കൺഫ്യൂഷനാണ് പലർക്കുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണമെന്ന കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അതേപോലെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പ്രോഗ്രാം ഞാനിപ്പോൾ നടത്തുന്നത്. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാം. നമ്മൾ വാഹനം മുമ്പോട്ടേക്ക് ഓടിക്കുന്നു എന്ന് വിചാരിക്കാം. മുമ്പോട്ടേക്ക് ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിക്കുക? നമ്മുടെ വാഹനം മുമ്പോട്ടേക്ക് പോകുമ്പോൾ വലത്തേക്ക് പോകാൻ നമ്മൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കും? നമ്മൾ സ്വാഭാവികമായിട്ടും സ്റ്റിയറിംഗ് വലത്തേക്കാണ് തിരിക്കുക, അല്ലേ? ഇടത്തേക്ക് പോകാൻ എങ്ങോട്ടേക്ക് തിരിക്കും? സ്റ്റിയറിംഗ് ഇടത്തേക്കാണ് തിരിക്കുക, ലെഫ്റ്റിലേക്കാണ് തിരിക്കുക. നമ്മൾ ആ ഒരു സമയത്ത് വാഹനത്തിൻ്റെ റഫറൻസ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഫ്രണ്ട് പോകാൻ റൈറ്റ് തിരിക്കുന്നു, ലെഫ്റ്റിലേക്ക് ഫ്രണ്ട് പോകാൻ ലെഫ്റ്റ് തിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുക, അല്ലേ? ഇനി നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഫറൻസ് നിങ്ങൾ മാറ്റുക. അതായത് നമ്മൾ മുമ്പോട്ടേക്കാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു വാഹനത്തിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ റഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാക്ക് റഫറൻസ് ആയിട്ട് എടുക്കുക. അങ്ങനെ റഫറൻസ് ആക്കി എടുത്തിട്ട് വാഹനത്തിൻ്റെ ബാക്ക് എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടുന്ന് വാഹനം റിവേഴ്സ് എടുക്കണം, വാഹനത്തിൻ്റെ ബാക്ക് ലെഫ്റ്റിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങോട്ടായിരിക്കും സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്? ലെഫ്റ്റിലേക്ക് തന്നെ തിരിക്കുക, കാരണം വാഹനത്തിൻ്റെ ബാക്ക് ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത്. ഇനി നമ്മുടെ വാഹനത്തിൻ്റെ ബാക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് സ്റ്റിയറിംഗ് അങ്ങോട്ടേക്ക് തിരിക്കും, സ്റ്റിയറിംഗ് റൈറ്റിലേക്കാണ് തിരിക്കേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം എങ്ങോട്ടേക്കാണോ പോകേണ്ടത് അങ്ങോട്ടാണ് നമ്മൾ തിരിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, കൺഫ്യൂഷൻ ആക്കരുത്. പക്ഷേ ഇതിൽ കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കുന്നു, നമുക്ക് ബാക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കും? സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിക്കുന്നു. ആ ഒരു സമയത്ത് വാഹനത്തിൻ്റെ ഫ്രണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഹനത്തിൻ്റെ ബാക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഫ്രണ്ട് റൈറ്റിലേക്കാണ് പോവുക. ഇതാണ് പലർക്കും കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും വാഹനത്തിൻ്റെ ഫ്രണ്ട് റൈറ്റിലേക്കാണ് പോകുന്നത്, അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്കല്ലേ തിരിച്ചത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കേണ്ട. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ബാക്ക് എങ്ങോട്ടേക്കാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫ്രണ്ട് നീങ്ങും. ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കൺഫ്യൂഷനും റിവേഴ്സ് ഡ്രൈവിങ്ങിൽ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒന്ന് മനസ്സിരുത്തി ഈ കാര്യങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങളുടെ വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.